ഇരിക്കും. അപ്പൊ കൺഫേം ആക്കിയിട്ടില്ലേ നീ ടിക്കറ്റ്? എന്തായാലും ദുബൈയിൽ ഇറങ്ങണം കേട്ടാ ഷിബോ. ദുബൈയിൽ എന്തായാലും ഇറങ്ങണേ. സീസൺ 4 ബിഗ് ബോസ് മുതലുള്ള ഫ്രണ്ടാണ്, ആണ്, ഫ്രണ്ട്ഷിപ്പ് ആണ് അവരുമായിട്ട്. ആ മറ്റേ ബിഗ് ബോസിന്റെ ഇത് ബിബി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് അല്ലെ? അല്ല, ആഷ്ബത്തൽ ചാനലിൽ വരുന്ന ആള് തന്നെയാണ്. അവൾക്കും ചാനലുണ്ട്. ജാസ്മിന് കുറെ ജാസ്മിന് ജാസു ആണോ? നമ്മള് ജാസു എന്നൊക്കെ വിളിക്കുന്ന ജാസ്മിനാണോ? പാത്തുമ്മ പാത്തു താഴെ ഇറങ്ങിയിട്ടുണ്ട്. അതെ, നമ്മുടെ ഈ പാത്തുമ്മ പാത്തുവാണ് നമ്മളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത്. ഞാൻ 56 സബ് ഉണ്ടാകുമ്പോൾ പോയി തുടങ്ങിയതാണ് ആ ചാനലിൽ. കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. എനിക്ക് യൂട്യൂബിൽ ആദ്യമായി ബ്ലൂ തന്നത് അങ്ങനെയാണ്. 56 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നപ്പോ ആദ്യമായിട്ട് ബ്ലൂ ചെയ്തതില് ഇപ്പൊ വലിയ ചാനലായി മാറില്ല. അപ്പൊ നിങ്ങളൊക്കെ കുറെ വർഷങ്ങളായോ യൂട്യൂബ് തുടങ്ങിയിട്ട്? കേരള ഒത്തിരി ആയോ? എന്താ ഇക്ക, ഞാൻ ഇന്നും പറയാറുണ്ട് കോഴിക്കോടാണെന്ന്. സോറിടാ ഷാർമാരെ, സോറി, ഞാന് മനഃപൂർവ്വമല്ല. നീ കൊറേ ആയില്ലേ വരാതെ. നീ കോഴിക്കോടാണെന്ന് പറഞ്ഞിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. നീ പെട്ടെന്ന് പാലക്കാട് എന്നുള്ളതിലേക്ക് ഞാൻ മാറിപ്പോയി, സോറി. ബൈ ഓൾ ഫ്രണ്ട്സ് എന്ന് നമ്മുടെ സൗമിനി ചേച്ചി പറയുന്നുണ്ട്. സൗമിനി ചേച്ചി ലോങ് വീഡിയോയിൽ ഒരു കമന്റ് ഇട്ട്. സൗമിനി ചേച്ചി ഷോർട്സിലായിട്ടാവോ ചിലപ്പോ എനിക്ക് കിട്ടാത്തെന്ന് അറിയില്ല. ഒന്ന് കമന്റ് ഇട്ട് വെക്കണം കേട്ടാ. സൗമിനി ചേച്ചി ഇപ്പൊ ഒരു കമന്റ് ഇട്ടേ, ഞാൻ ഇപ്പൊ തന്നെ നോക്കാം. സൗമിനി ചേച്ചി കമന്റ് ഇട്ടാല് ഇപ്പൊ തന്നെ എനിക്ക് നോട്ടി കിട്ടിയാൽ ഇപ്പൊ തന്നെ നോക്കാം. ഒന്ന് ചെയ്യോ സൗമിനി ചേച്ചിയെ? ഞാൻ നവംബർ ഒരു വർഷം കംപ്ലീറ്റ്. ഒരു വർഷം കൊണ്ട് അത്രയായില്ല. ഗ്രേറ്റ്, അടിപൊളി, നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളെ കേരള അല്ലെ പറു നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് അല്ലെ? ഞാൻ അത്ര വല്ലാണ്ട് എഫേർട്ട് ഒന്നും എടുത്തിട്ടില്ല. നമ്മളിങ്ങനെ പോകുന്ന ഒരു പോക്ക് അങ്ങനെ പോവാറുള്ളൂ. 10th ആണ് ഫസ്റ്റ് ടിക്കറ്റ് എടുത്തത്. ചിലപ്പോ ചേഞ്ച് ചെയ്യും. അവിടെ വീട് റെഡി ആയി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ. അവിടെ പോയിട്ട് നിൽക്കാൻ സ്ഥലങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സീൻ തന്നെയല്ലേ. അതൊക്കെ ക്ലിയർ ആയിട്ട് പോയാൽ മതി. ഓക്കെ. അപ്പോ നിന്റെ മുതലാളിമാര് പോയാ അതോ അവരിവിടെ ഉണ്ടാ? ഷാർബാൻ ഇനി മറക്കില്ല കേട്ടാ. കോഴിക്കോട് എവിടെയാ പറഞ്ഞേ? കോഴിക്കോട് മറ്റേ കുറ്റ്യാടി അവിടെ പറഞ്ഞതാണോ? ഒന്നും കൂടെ പറഞ്ഞേ. ഇനി ഷാർബാന് ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കില്ല ഷാർബാൻ എവിടെയാണെന്ന് പറഞ്ഞത്. നമുക്കിവിടെ ഒരു അൻസില് വരുന്നുണ്ട് കേട്ടോ ഷാർബാന് കോഴിക്കോട്. ഇപ്പോ കുറച്ച് ദിവസമായിട്ടുള്ളൂ, ചിലപ്പോ വരുമായിരിക്കും, കുറച്ചും കൂടെ അടുത്ത ലൈവിൽ വരുമായിരിക്കും അൻസിപ്പ. ഞാനിപ്പോ ഇത് കഴിഞ്ഞ 1 മണിക്കൂർ കഴിഞ്ഞാല്, അതായത് ഇപ്പോ 8:30 കഴിഞ്ഞ നാട്ടിലത്തെ 10:30 മണിക്കുള്ളിൽ ഞാൻ ഒരു ലൈവ് ഉണ്ട്. പിന്നല്ല, പോകാത്ത സ്ഥലമില്ല. തമിഴ്നാട് മുതൽ കൊറിയ വരെ പോയി. കേരള, നമ്മള് യൂട്യൂബ് ലക്ഷ്യം വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യും. നമ്മൾക്ക് യൂട്യൂബ് ലക്ഷ്യമല്ല, കുറേ സൗഹൃദങ്ങളാണ് ലക്ഷ്യമെങ്കിൽ നമ്മൾ ഇതൊന്നും ചെയ്യില്ല. നമ്മളിലേക്ക് വരുന്നവരെ മാത്രം ഫോക്കസ് ചെയ്തിരിക്കും. നമ്മളിലേക്ക് വരുന്നവരെ നമ്മൾ ഒഴിവാക്കില്ല, നമ്മൾ ചേർത്ത് പിടിക്കും എന്ന ഒരു ടാഗ് ലൈനും പറയും. അതില് അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾക്ക് ലക്ഷ്യം യൂട്യൂബാണ്. അപ്പോ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ഡെപ്ത് കൂടിയ സൗഹൃദങ്ങളൊന്നും ആവില്ല. ഇങ്ങനെ വരും, സംസാരിക്കും, മിണ്ടും, പോകും. അതിനിടയിൽ നല്ല ആളുകളെ ചിലപ്പോൾ കിട്ടും, നല്ല ആളുകളെ കിട്ടും. ആ നല്ല ആളുകളോട് ചിലപ്പോ തുടർച്ചയായി ഇപ്പൊ സാമിനി ചേച്ചി നിങ്ങളൊക്കെ ഉള്ള പോലെ ഉള്ള ഒരു സൗഹൃദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് എന്റെ പോളിസി, അതാണ് കേട്ടോ. അതല്ലാതെ നമ്മളിലേക്ക് വരുന്നവരെ മാത്രം, ഞങ്ങളിലേക്ക് വരുന്നവരെ കൊഴിഞ്ഞു പോവാതെ പിടിച്ചു നിർത്താൻ എന്തും പറയാം, കുറെ അരിട്ട് കൊടുക്കാം, കുറെ പഞ്ചസാര ഒലിപ്പിച്ച് നിൽക്കാം. ആ പോളിസി ഒന്നും നമുക്കില്ല. നമ്മൾക്ക് നമ്മുടെ ഈ ഒരു നേച്ചറും നമ്മുടെ ഈ ഒരു ക്യാരക്ടറും നമ്മുടെ ഈ ഒരു ടോക്കും ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ, ഇഷ്ടപ്പെടുന്നതല്ല അത് സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാം ഒരു പരിധി വിട്ടു പോകാം. അതാണ് ഫ്രണ്ട്സുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഇങ്ങനെ കുറെ എന്തൊക്കെയാ പറയാന്നുള്ളതല്ല, എന്നും പറയാനാവുമ്പോ ആളുകൾ കുറെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഫാമിലി, നമ്മുടെ മക്കള്, ഇതൊക്കെ അവർ കാണുമ്പോൾ അവർക്കും കൂടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത് നമ്മളിലൂടെയാണ് അവർ പഠിക്കുന്നത്. നമ്മൾക്കിപ്പോ ഇവിടെ വരുന്നവരൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കുക, എന്തും പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു പാറ്റേൺ നമ്മൾക്കില്ല. അങ്ങനെയുള്ള പാറ്റേണുകളുള്ള കുറെ ലൈവുകൾ ഞാൻ കാണാറുണ്ട്. പക്ഷെ ആ പാറ്റേൺ നമ്മൾ കീപ്പ് ചെയ്യാറില്ല ഒരിക്കലും. കാരണം ഇതിന്റെ മക്കൾ വന്നാലും വന്നില്ലെങ്കിലും അവര് നാളെ കാണുന്നതും കേൾക്കുന്നതാണ്. അപ്പൊ ഇതാണോ ശരിക്കും ഒരാളോട് ബിഹേവ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഒരു
സൗഹൃദങ്ങളിൽ സംസാരിക്കേണ്ടത് എന്ന